റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മുഅ്ജിസത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസമാണ്. മുഅ്ജിസത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇവിടെ നോക്കൂ, മാജിക്ക് അസാധാരണ സംഭവമാണെങ്കിലും അത് പഠിച്ചവർക്കെല്ലാം അത് അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്തോ, മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. മുഅ്ജിസത്ത് അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത. മാത്രമല്ല മാജിക്ക് പരാജയപ്പെടുത്താനും കഴിയും. അപ്പോൾ മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാൻ കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ഇത് അങ്ങനെ എഴുതാം. മുഅ്ജിസത്തും മാജിക്കും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എഴുതാം. പിന്നെ മുഅ്ജിസത്തിൻ്റെ പ്രത്യേകത എന്താ? അത് അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ ചോദ്യം അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ ആൻസർ ചെയ്താം. പിന്നെ മാജിക്ക് പരാജയപ്പെടുത്താൻ കഴിയും, അതും കൂടി എൻ്റെ കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പിന്നെ മുഅ്ജിസത്തുകൾ, കുറച്ച് പ്രവാചകന്മാരെ മുഅ്ജിസത്തുകളിലൂടെ പറയുന്നുണ്ട്. അതിലൊന്നാമത്തത് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് എന്താണ്? കൈവശം ഒരു വടി ഉണ്ടായിരുന്നു. അപ്പോൾ കൈവശം ഉണ്ടായിരുന്ന വടി എന്നോ അല്ലെങ്കിൽ കൈവശം ഉണ്ടായിരുന്ന ഒരു വടി ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് താഴെയിട്ടാൽ ഭീകരമായ സർപ്പമായി മാറും, കയ്യിലെടുത്താൽ അത് വീണ്ടും വടിയാകും. അതാണ് ആ വടിൻ്റെ പ്രത്യേകത. ചുരുക്കി പറഞ്ഞാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് എന്താണ്? വടി. ഏറ്റവും ചുരുക്കി പറഞ്ഞ വടി. പിന്നെ അതേപോലെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ മുഅ്ജിസത്ത് പറയുന്നത് മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു, അല്ലേ? അത് മതി. പിന്നെ ഇനി അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്, ആ ജീവൻ തിരിച്ചു നൽകിയ പിന്നെ കാര്യമാണ് പിന്നെ അതിൻ്റെ ബാക്കി പുസ്തകത്തിൽ പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഅ്ജിസത്ത് പറയുന്നുണ്ട്. ഇവിടെ കുറച്ച് കൂടുതൽ പറയുന്നുണ്ട്. ഒന്ന് ഇസ്രാ മിഅ്റാജ് യാത്രകൾ, പിന്നെ ചന്ദ്രൻ പിളർന്ന സംഭവം 2ആയി. പിന്നെ ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്. പിന്നെ വൃക്ഷങ്ങൾ, മരങ്ങൾ, കല്ലുകൾ മുതലായവ നബി തങ്ങളോട് സംസാരിച്ചത്. ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. അപ്പോൾ നബി തങ്ങളുടെ മുഅ്ജിസത്തുകൾ ഇസ്രാ മിഅ്റാജ് 1, ചന്ദ്രൻ പിളർന്ന സംഭവം 2, പിന്നെ ജനങ്ങൾക്ക് വെള്ളം ആവശ്യമായി വന്നപ്പോൾ നബി തങ്ങളുടെ കൈവിരലുകൾക്കിടയിലൂടെ ശുദ്ധമായ ജലം പ്രവഹിച്ചത്, ഇത് 3ാമത്തത്. പിന്നെ വൃക്ഷങ്ങൾ, മരങ്ങൾ, കല്ലുകൾ മുതലായവ നബി തങ്ങളോട് സംസാരിച്ചത് 4ാമത്തത്. മനസ്സിലായോ? പിന്നെ അതിൻ്റെ കൂടെ ഖുർആനുണ്ട്. ഖുർആൻ 5. ഇതാണ് ഏറ്റവും നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ഖുർആനാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നബി തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഖുർആൻ എന്ന് പറയാം. അപ്പോൾ മുഅ്ജിസത്തുകൾ മൂസാ നബിൻ്റെ വടി, അല്ലേ? ഈസാ നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടവർക്ക് ജീവൻ തിരിച്ചു നൽകിയിരുന്നു. ഇത് ഈസാ നബിൻ്റെ, പിന്നെ ഇത് മൂസാ നബിൻ്റെ മുഅ്ജിസത്ത്. നബി തങ്ങളുടെ മുഅ്ജിസത്ത് കുറേ എണ്ണം പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം, പിന്നെ 5ാമത്തെ പാഠത്തിൽ അസ്ഹാബുൻ നബി എന്നുള്ള പാഠത്തിൽ പഠിച്ചൊരു കാര്യമാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ. അഷ്റത്തുൽ മുബശ്ശിരീൻ എന്നൊക്കെ പറയും. 10 സ്വഹാബികളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1ാമത്തത് അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹു, 2 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, 5 സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, 6 സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു, 7 സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, 8 തുൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, 9 അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു,
10 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ 10 സ്വഹാബികളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ. ഇതിൽ അവരുടെ പേരിൻ്റെ കൂടെ ഉപ്പയുടെ പേര് കൂടി പറയുന്നുണ്ട് അല്ലേ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ അബി ഖുഹാഫ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖത്താബ്. ആ ഇബ്നു കഴിഞ്ഞിട്ടുള്ളതാണ് എന്ത്, പിതാവിൻ്റെ പേര്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അഫ്ഫാൻ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അബി ത്വാലിബ്, സഅദ് റളിയല്ലാഹുവിൻ്റെ അബി വക്കാസ് അല്ലേ, സഈദ് റളിയല്ലാഹു അൻഹുവിൻ്റെ സെയ്ദ്, പിന്നെ സുബൈർ റളിയല്ലാഹുവിൻ്റെ അവ്വാം, ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉബൈദില്ല, അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ ജറാഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ ഔഫ് എന്നവരാണ്. അപ്പോൾ ഇതൊക്കെ പിതാക്കന്മാരുടെ പേരും കൂടി അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. പേരിങ്ങനെയാണ് പഠിച്ചു വെക്കുക. ഇതിൽ പറയുന്ന പോലെ പേര് മുഴുവനായിട്ട് പഠിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഇബ്നു കഴിഞ്ഞിട്ട് വരുന്നതാണ് അവരെ ഉപ്പാരെ പേര്. അപ്പോൾ ഇതും മനസ്സിലാക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് മദ്ഹബുകളെ കുറിച്ചിട്ടാണ്. അഥവാ പിന്നെ 6ാമത്തെ പാഠത്തിൽ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ള പാഠത്തിൽ എന്താണ് മദ്ഹബുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലേ. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത് ആരൊക്കെയാണ്? 1 ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല, 1 അവരാണ്. 2 ഇമാം അബൂ മൻസൂറിനിൽ മാതുരീദി റഹിമഹുല്ല. അപ്പോൾ അഖീദയിലെ 2 ഇമാമുമാരാണിത്, അബുൽ ഹസനിൽ അഷ്അരി അതേപോലെ അബൂ മൻസൂറിനിൽ മാതുരീദി റഹിമഹുല്ല, ഇവ രണ്ടാളും. ഇനി കർമ്മപരമായി അഥവാ ഫിഖ്ഹിൽ കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ആരൊക്കെയാണ്? 1 ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല, 2 ഇമാം മാലിക് റഹിമഹുല്ല, 3 ഇമാം ഷാഫി റഹിമഹുല്ല, 4 ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. ഈ 4 ആളുകളുടെ പേര്. ഇവരാണ് കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ച ഇമാമുമാർ. 4 പേര്: ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ഷാഫി, പിന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. ഇവർ 4 പേരാണ്. പിന്നെ അഖീദയിൽ 2 പേര്, ആ പേരൂടെ പറഞ്ഞു, അബുൽ ഹസൻ അഷ്അരി, പിന്നെ അബൂ മൻസൂറിൽ മാതുരീദി. ഇനി അടുത്തതായിട്ട് പറയുന്നത് മുബ്തദിഉകളുടെ അടയാളങ്ങളാണ്. മുബ്തദിഉകൾ, പുത്തനാശയക്കാർ, അവരുടെ അടയാളങ്ങൾ പറയുന്നുണ്ട്. അതിൽ 1ാമത്തത് മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. ഇതാണ് 1. പിന്നെ മറ്റൊന്ന് 2ാമത്തത് ജുമുഅയുടെ 1ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക. ഇതാണ് 2ാമത്തെ അടയാളം. പിന്നെ 3ാമത്തെ 20 റക്അത്ത് തറാവീഹിനെയും സുബ്ഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക. ഇതാണ് 3ാമത്തത്. പിന്നെ 4ാമത്തത് എന്താ? സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക. ഇതാണ് 4ാമത്തത്. പിന്നെ 5ാമത്തത് ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക തുടങ്ങിയവ മുബ്തദിഉകളുടെ അടയാളങ്ങളാണ്. അപ്പോൾ മുബ്തദിഉകളുടെ അടയാളങ്ങൾ 5 കാര്യങ്ങളോടെ പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? 1 മരണാനന്തരം മഹാത്മാക്കൾക്ക് അള്ളാഹു നൽകിയ പ്രത്യേകതകൾ നിഷേധിക്കുക. 2 ജുമുഅയുടെ 1ാമത്തെ ബാങ്ക് അനാചാരമാണെന്ന് പറയുക. 3 20 റക്അത്ത് തറാവീഹിനെയും സുബ്ഹിലെ ഖുനൂത്തിനെയും അനാചാരമാക്കുക. 4 സ്വലാത്തും ദിക്റും കൂട്ടമായി ചൊല്ലുന്നതിനെ തള്ളിപ്പറയുക. 5 ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുക. ഇങ്ങനെ 5 അടയാളങ്ങൾ പറയുന്നുണ്ട്. അതും പഠിച്ചു വെക്കുക. പിന്നെ അടുത്തൊരു കാര്യം പ്രാർത്ഥനയുടെ മര്യാദകൾ പറയുന്നുണ്ട്. പ്രാർത്ഥനയുടെ മര്യാദകൾ എന്തൊക്കെയാണ്? പ്രാർത്ഥനയ്ക്ക് ചില മര്യാദകളുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രാർത്ഥനയുടെ എന്ന് വേണമെന്നില്ല, കാരണം അത് നമുക്ക് ചോദ്യമായിട്ട് വരുമല്ലോ. അപ്പോൾ ഇവിടെ മുതൽ മതി. ഇവിടെ മുതൽ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യൽ. അപ്പോൾ ഒരു മര്യാദ അങ്ങനെ എഴുതാം. ഇത് വേണമെങ്കിൽ ഇതന്നെ വേണമെങ്കിൽ 2 ആക്കാം. ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക, അതൊന്നാക്കിയിട്ട് പിന്നെ ഇവിടെ മുറിച്ചങ്ങാണ്ട് ആദ്യവും അവസാനവും നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അങ്ങനെ 2 ആക്കിയിട്ടും വേണമെങ്കിൽ എഴുതാം. അടുത്തത് അങ്ങനെ 2 മുറിച്ച് എഴുതുകയാണെങ്കിൽ 3ാമത്തത് എന്താണ്? പ്രാർത്ഥനയുടെ ആമുഖമായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യൽ. ഇതാണ് 3ാമത്തത്. പിന്നെ 4ാമത്തത് സൽക്കർമ്മങ്ങളെയോ സദ്വൃത്തരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കൽ. ഈ കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥനയുടെ മര്യാദകൾ.
ഒന്ന് ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക. രണ്ട് പിന്നെ കൂട്ടിയതാണെങ്കിൽ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുകയും ചെയ്യൽ. മുറിച്ചതാണെങ്കിൽ ആദ്യവും അവസാനവും അള്ളാഹുവിനെ സ്തുതിക്കുക, ആദ്യവും അവസാനവും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക, അങ്ങനെ പറയാം. അടുത്തത് പ്രാർത്ഥനയുടെ ആമുഖമായി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യൽ. അടുത്തത് സൽക്കർമ്മങ്ങളെയോ സദ്വൃത്തരെയോ മുൻനിർത്തി പ്രാർത്ഥിക്കൽ. ഇതൊക്കെ പ്രാർത്ഥനയുടെ മര്യാദകളാണ്, അത് മനസ്സിലാക്കുക. ഇനി 9ാമത്തെ പാഠത്തിൽ, ആ പാഠത്തിൻ്റെ ഏറ്റവും അവസാനം ചില പ്രധാന വിവരങ്ങൾ എന്ന് പറഞ്ഞങ്ങാണ്ട് ഖുർആനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു 7 കാര്യങ്ങളാണ് മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തേത് പറയുന്നത് ഖുർആനിലെ സൂറത്തുകളുടെ എണ്ണം, ആകെ സൂറത്തുകളുടെ എണ്ണം 114. പിന്നെ 2 ഉമ്മുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏതാണ്? ഫാത്തിഹയാണ്. പിന്നെ 3ാമത്തേത് അതേപോലെ തന്നെ ഖൽബുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ ഹൃദയം എന്നൊക്കെ അറിയപ്പെടുന്ന സൂറത്ത് യാസീനാണ്. പിന്നെ 4 തൗഹീദിൻ്റെ സൂറത്ത് ഏതാണ്? ഇഖ്ലാസാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് ഉണ്ടല്ലോ, അതാണ്. പിന്നെ 5ാമത്തേത് മക്കിയ സൂറത്ത് മക്കിയ. മക്കിയ പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകളുണ്ടല്ലോ, അത് 86 എണ്ണമാണ്. പിന്നെ മദനിയാണ് അടുത്ത്, അഥവാ ഹിജറക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ, അത് സൂറത്ത് മദനിയ 28ആണ്. അപ്പോൾ 86ഉം 28ഉം കൂട്ടി വയ്ക്കുക 114ആയി. നമ്മളാകെ സൂറത്തുകൾ 114 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ 7ാമത്തേത് സൂറത്തുൻ തഅദിലു സുലുസുൽ ഖുർആൻ അഥവാ സുലുസുൽ ഖുർആൻ എന്നറിയപ്പെടുന്നത്, അഥവാ ഖുർആനിൻ്റെ 1/3, ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന സൂറത്ത് ഇഖ്ലാസാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഏതൊക്കെ? ഉമ്മുൽ ഖുർആൻ, ഖൽബുൽ ഖുർആൻ, പിന്നെ സുലുസുൽ ഖുർആൻ, അത് പ്രധാനമാണ്. ബാക്കിയുള്ളതും പ്രധാനമാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക, പഠിക്കുക. ഇനി അടുത്തൊരു കാര്യം ഇവിടെ പറയുന്നത് ജിന്നുകളും പിശാചുക്കളെയും കുറിച്ചും കണ്ടാണ്. ജിന്നുകളും പിശാചുക്കളും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ? അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ് ആര്? ജിന്നുകൾ. ജിന്നുകൾ എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാ? അഗ്നി കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. പിന്നെ അവരുടെ കുറച്ച് പ്രത്യേകതകൾ പറയുന്നുണ്ട്. എന്താണ്? ഒന്ന്, വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. ഒന്ന്. രണ്ടാമത്തെ പറയുന്നത് പ്രയാസകരമായ ജോലികൾ നിഷ്പ്രയാസം ചെയ്ത് തീർക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് പ്രത്യേകതകൾ. പിന്നെ അവരിൽ എന്തുണ്ട്? സ്ത്രീകളും പുരുഷന്മാരും അവരിലുണ്ട്. സന്താന പരമ്പര അവർക്കുണ്ട്. അവർ നമ്മളെ കാണും. സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല. പിന്നെ മനുഷ്യരെ പോലെ മതനിയമങ്ങൾ അവർക്കും ബാധകമാണ്. വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട്. സദ്വൃത്തരും അല്ലാത്തവരും അവരിലുണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെ വിശ്വാസികളോ അവിശ്വാസികളോ അവരിലുണ്ട്, സദ്വൃത്തരും അഥവാ നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരൊക്കെ അതിലുണ്ട് എന്ന്. അപ്പോൾ ജിന്നുകളെ സൃഷ്ടിക്കപ്പെട്ടത് അഗ്നി കൊണ്ടാണ്. പ്രത്യേകതയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു, അതൊക്കെ മനസ്സിലാക്കുക. വിവിധ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ അവർക്ക് കഴിയും. പ്രയാസകരമായ ജോലികൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കും. പിന്നെ അവരിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. സന്താന പരമ്പര ഉണ്ട്. അവർക്ക് നമ്മളെ കാണാം, അവർ നമ്മളെ കാണും. സാധാരണഗതിയിൽ അവരെ കാണാൻ നമുക്ക് കഴിയില്ല. മനുഷ്യരെ പോലെ മതനിയമങ്ങൾ അവർക്ക് ബാധകമാണ്. വിശ്വാസികളും അവിശ്വാസികളും അവരിലുണ്ട്. സദ്വൃത്തരും അല്ലാത്തവരൊക്കെ അവരിലുണ്ട്. അത് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ 2 തരത്തിലുള്ള അടയാളങ്ങളുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് ഉലമാക്കൾ മരിച്ചു പോവുക. വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊല, അറിവില്ലായ്മ മുതലായവ വർദ്ധിപ്പിക്കുക. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത് ഇപ്പോൾ പറഞ്ഞത്. 3 പള്ളികളിൽ ശബ്ദമുയരുക. 4 അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക. പിന്നെ 5 മുൻഗാമികളെ പിൻഗാമികൾ ശപിക്കുക. അടുത്തത് 6ാമത്തത് ഉമ്മയെ വെറുപ്പിക്കുക. 7 പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഇത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. അഥവാ എത്ര കാര്യങ്ങൾ പറഞ്ഞു? 7 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഉലമാക്കൾ മരിച്ചു പോവുക, വ്യഭിചാരം, മദ്യപാനം, ചൂതാട്ടം, ചൂഷണം, കൊല, അറിവില്ലായ്മ മുതലായവ അധികരിക്കുക. പിന്നെ പള്ളികളിൽ ശബ്ദമുയരുക, അനർഹരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുക, മുൻഗാമികളെ പിൻഗാമികൾ ശപിക്കുക, ഉമ്മയെ വെറുപ്പിക്കുക, പിതാവിനെ അകറ്റി ചങ്ങാതിമാരെ അടുപ്പിക്കുക. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളാണ്. ഇനി ഖിയാമത്ത് നാളിൻ്റെ വളരെ അടുത്ത് എന്നിവിടെ താഴെ പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങൾ.
അപ്പോൾ നേരത്തെ പറഞ്ഞത് ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങൾ എന്ന് മാത്രമാണ്. ഇവിടെ പറയുന്നത് ഖിയാമത്ത് നാളിൻ്റെ വളരെ അടുത്തുണ്ടാവുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങൾ. അതിൽ ഒന്നാമത്തത് എന്താ? ഇമാം മഹദി പ്രത്യക്ഷപ്പെടൽ. 2 ദജ്ജാൽ പുറപ്പെടൽ. 3 ഈസാ നബി അലൈഹിസ്സലാം ഇറങ്ങി വരൽ. 4 ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ കൊല്ലൽ. 5 യഅജൂജ് മഅജൂജ് പുറപ്പെടൽ. 6 ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം വരൽ. 7 സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കൽ. 8 യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടൽ. 9 മശ്രിഖ് മഗ്രിബിൻ്റെ ഇടനിറക്കുന്ന ഒരു പുക ഉണ്ടാവുക. പിന്നെ ഈ പുക 40 ദിവസം നീണ്ടു നിൽക്കും. അപ്പോൾ അത് വേറെ ചോദ്യമായിട്ട് വരികയാണെങ്കിൽ അത് എഴുതാം. ഇതങ്ങനെ മനസ്സിലാക്കുക. ആ പുക എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു ചോദിച്ചാൽ 40 ദിവസം. മനസ്സിലാക്കുക. ഇനി അടുത്തത് 10ാമത്തെ. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, അന്ന് മുഅ്മിനുകൾ ജലദോഷം പിടിപെട്ടവരെ പോലെയും കാഫിറുകൾ മത്ത് പിടിപ്പെട്ടവരെ പോലെയും ആവും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഇവയെല്ലാം ഖിയാമത്ത് നാളിനോട് വളരെ അടുത്തുണ്ടാവുന്ന ചില പ്രധാന അടയാളങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു 9 എണ്ണമാണ് ഇവിടെ പറയുന്നത്. ഇമാം മഹദി പ്രത്യക്ഷപ്പെടൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങി വരൽ, ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലൽ, യഅജൂജ് മഅജൂജ് പുറപ്പെടൽ, ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം വരൽ, സൂര്യൻ അസ്തമന സ്ഥാനത്ത് നിന്ന് ഉദിക്കൽ, യമനിൽ നിന്ന് ഭയങ്കരമായ ഒരു തീ പുറപ്പെടൽ, പിന്നെ മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിൽ നിറക്കുന്ന ഒരു പുക ഉണ്ടാവൽ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ചോദ്യമായിട്ട് ഇങ്ങനെ കുറേ എണ്ണം എഴുതാനൊന്നും വന്നോളണമെന്നില്ല. പക്ഷേ ഇതിൽ നിന്നും വേറെ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇവിടെ ദജ്ജാലിനെ ആരാണ് കൊല്ലുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം അല്ലേ? പിന്നെ അത്ഭുത മൃഗത്തിൻ്റെ പേര് ദാബത്തുൽ അർള് പറയുന്നുണ്ട്. പിന്നെ ഒരു തീ പുറപ്പെടുന്നത് എവിടുന്നാണെന്നുണ്ട്? യമനിൽ നിന്നാണ്. പിന്നെ പുക ഉണ്ടാകുന്നത് മശ്രിഖ് മഗ്രിബിൻ്റെ ഇടയിൽ നടക്കുന്ന ഒരു പുക. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ആ പുക എത്ര ദിവസം നീണ്ടു നിൽക്കും? 40 ദിവസം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇനി ഇവിടെ പറയുന്നത് രിദ്ദത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. രിദ്ദത്ത് മതത്തിൽ നിന്ന് പുറത്തു പോവുക. അപ്പോൾ അതിൽ പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ എന്താ? അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കുക. എന്താണ്? അങ്ങനെ ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. രിദ്ദത്തിൽപ്പെട്ട കാര്യമാണത്. 2 ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്കുക അല്ലേ? 2. 3 ഒരു മുസ്ലിമിനെ കാഫിറാക്കുക. 4 വിവാഹം, കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക. അതാണ് 4ാമത്തത്. 5ാമത്തത് മദ്യപാനം, വ്യഭിചാരം, പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അനുവദനീയമാണെന്ന് പറയുക. 6ാമതായിട്ട് പറയുന്നത് ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക. ഈ കാര്യങ്ങളൊക്കെ രിദ്ദത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. എന്തൊക്കെയാണ്? അള്ളാഹുവിനെയോ പ്രവാചകരെയോ നിഷേധിക്കുക, ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ നിഷേധിക്കുക, ഒരു മുസ്ലിമിനെ കാഫിറാക്കുക, വിവാഹം, കച്ചവടം തുടങ്ങി ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ അനുവദനീയമല്ലെന്ന് പറയുക. പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റും ഉണ്ട്. മദ്യപാനം, വ്യഭിചാരം, പലിശ മുതലായ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ അത് അനുവദനീയമാണെന്ന് പറയുക. പിന്നെ ഖുർആൻ എഴുതപ്പെട്ട വസ്തു മാലിന്യത്തിൽ ഇടുക. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട്. നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട്. പുതിയ മോഡൽ ചോദ്യപേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട്. എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.